നമസ്കാരം. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള വാർഷിക സമ്മേളനത്തിന് പ്രൗഢമായ തുടക്കം. ഹാൾട്ടൺ UK അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ 60ാമത് ആഗോള വാർഷിക സമ്മേളനത്തിന് ഹാംപ്ഷയറിലെ അദീഖത്തുൽ മഹദിയിൽ തുടക്കമായി. 3 ദിവസത്തെ അന്താരാഷ്ട്ര സംഘം അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ആഗോള നേതാവും 5ാം ഖലീഫയുമായ ഹദ്രത്ത് മിർസ മസ്ദൂഖ് അഹമ്മദ് സാഹിബ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. जलसा सालाना UK नाराए तकबीर. മാനവകുലത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ അദ്ദേഹം ആഹ്വാനം നൽകി. ഓരോ നന്മയുടെയും അടിത്തറ ദൈവഭയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ദൈവം നൽകിയ എല്ലാ കഴിവുകളും ദൈവമാർഗത്തിൽ വിനിയോഗിച്ച് സൃഷ്ടി സേവനം നിർവഹിക്കണമെന്നും ശുഭപര്യവസാനം ദൈവഭയമുള്ളവർക്കാണെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. ദൈവാരാധന പുരോഗതിയുടെ പടവുകളാണ്. ആരെയും നിന്നാദൃഷ്ടിയോടെ വീക്ഷിക്കരുത്. വിശുദ്ധ ഖുറാന്റെ കൽപ്പനകൾ പാലിക്കാൻ ശ്രമിക്കുക, അദ്ദേഹം കൂട്ടിച്ചേർത്തു. कौली और फेली और बसरी और समाई से दिल को मुतनफ़र कर दे, जैसा कि अल्लाह ताला फरमाता है इन्नल हसनात युज़हिबन सय्यात, कि यकीनन नेकियां बुराइयों को दूर कर देती हैं. बस इंसान जब कोशिश करता है और अल्लाह ताला से दुआ मांगता है तो फिर अल्लाह ताला उसके लिए ऐसे हालात मैसर कर देता है जहाँ दुआ की तरफ उसकी मज़ीद तवज्जो पैदा होती है और रूहानी लज़्ज़ात उसे हासिल होती हैं और दुनियावी बुराइयों से वो बच जाता है. फिर अल्लाह ताला फरमाता है कि इसके लिए तुम कुरान करीम के अहकाम पर अमल करने की भी कोशिश करो. सिर्फ एक वक्त की आर्जी दुआ, एक वक्त का रोना. ലോകമെമ്പാടുമുള്ള 100-ലധികം രാജ്യങ്ങളിൽ നിന്നായി 50,000-ലധികം പ്രതിനിധികളാണ് ഈ ആത്മീയ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ ഇസ്ലാമിക സമ്മേളനമായ ഈ സംഗമം വർദ്ധിച്ചു വരുന്ന ആഗോള സംഘടനകൾക്കിടയിൽ സമാധാനം, ഐക്യം, മാനവികത എന്നീ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഊന്നൽ നൽകുന്നത്. കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി സംഘവും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. സമ്മേളന പരിപാടികൾ HT ഇന്റർനാഷണൽ വഴി ലോകമെമ്പാടും തത്സമയം പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, അറബിക്, ഉറുദു, ഫ്രഞ്ച്, സ്പാനിഷ് തുടങ്ങി 20ഓളം ഭാഷകളിൽ തത്സമയം പരിഭാഷയും ലഭ്യമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ, പൗര നേതാക്കൾ, നയതന്ത്രജ്ഞർ തുടങ്ങി നിരവധി പ്രമുഖർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കൂടാതെ അന്താരാഷ്ട്ര ദുരിതാശ്വാസ സംഘടനയായ ഹ്യൂമാനിറ്റി ഫസ്റ്റ് ഒരുക്കുന്ന പ്രത്യേക പ്രദർശനങ്ങളും സമ്മേളന നഗരിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ചരിത്രപ്രസിദ്ധമായ ആഗോള ബൈഅത്ത് ചടങ്ങോടെ ഖലീഫയുടെ സമാപന പ്രഭാഷണത്തെയും സമ്മേളനം സമാപിക്കും.